പശ്ചിമേഷ്യയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ അടക്കം നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ നിലപാട് എന്ത്, ഇനി എന്താണ് യുഎസിന്റെ പ്രത്യാക്രമണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇപ്പോൾ ഖമനിയുടെ ഒരു കൊലപാതകം അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിന് പിന്നെ ഇതിനെ തുടർന്ന് 40 ദിവസത്തേക്ക് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 7 ദിവസത്തെ പൊതു അവധിയടക്കം ഇറാനിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഖമനിയെ ശനിയാഴ്ച പുലർച്ചെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ആ ആക്രമണത്തിൽ ഖമനി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ മകളും മരുമകനും ഉൾപ്പെടെ മരിക്കുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാണ് അത്തരത്തിലൊരു വാർത്ത എന്തായാലും പുറത്തേക്ക് വരുന്നത്. രാവിലെയോടെ ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ ഒരു പോസ്റ്റ് ട്രംപ് പങ്കുവയ്ക്കുന്നു. അതിന് പിന്നാലെ ഇസ്രയേലും അതിനെ പിന്തുണച്ച രംഗത്തെത്തുന്നു. എന്നാൽ ആദ്യഘട്ടങ്ങളിൽ ഇറാൻ ഇതിനെ നിഷേധിച്ചെങ്കിലും പിന്നീടും ഔദ്യോഗികമായി ഇറാൻ തന്നെ ആ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നു. തങ്ങളുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത. കൂടാതെ തന്നെ അവരുടെ മുതിർന്ന പല ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പല മുതിർന്ന നേതാക്കളും കമാൻഡർമാരും ഒക്കെ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു കാര്യം തന്നെയായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് ഇറാന്റെ നിലപാട് എന്നതാണ് ഇപ്പോൾ ലോകം നോക്കിക്കാണുന്നത്. ഒരു ഭാഗത്തു കൂടി ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണം ഇറാൻ തുടരുക തന്നെയാണ്. ആ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങളും എത്രത്തോളം വ്യാപ്തിയിലാണ് ആ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന കാര്യത്തിലെ വ്യക്തമായ വിവരങ്ങളൊക്കെ ഈ മണിക്കൂറുകളിലാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിലൊന്നും എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇറാനിൽ ഈ ഒരു ആക്രമണം നടന്നതിന് പിന്നാലെ എന്തൊക്കെ സംഭവിച്ചു എന്നതിലൊരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഒരു ദിവസം പിന്നിടുമ്പോഴേക്കും വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുന്നു. അതിലേറെ പ്രധാനപ്പെട്ടത് ഇറാന്റെ പരമോന്നത നേതാവും 36 വർഷങ്ങളായി ഇറാന്റെ നേതാവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇറാനിൽ അധികാരമുണ്ടായിരുന്ന നേതാവ് മരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ആദ്യഘട്ടങ്ങളിലടക്കം ഈ ഒരു ഖമനി എവിടെ എന്ന ചോദ്യങ്ങളടക്കം ഉയരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്ന് തന്നെയായിരുന്നു ഇറാൻ സ്ഥിരീകരണം അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരങ്ങൾ. എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ഇസ്രയേലിന്റെ ആദ്യ ആക്രമണത്തിൽ തന്നെ ഖമനിയുടെ കൊട്ടാരത്തിന് മുകളിലേക്കായിരുന്നു ഇസ്രയേലിന്റെ ആദ്യ ഷെല്ലാക്രമണം നടക്കുന്നത്. ആ ആക്രമണത്തിൽ തന്നെ ഖമനയി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന സ്ഥിരീകരണം ഈ ഒരു മണിക്കൂറുകളിലാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കനക്തമായ തിരിച്ചടി ഇനിയും ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് യുഎസിന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു പിൻഗാമിയിലേക്ക് ഇറാൻ കടക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് ഇവരുടെ നിലപാട് എന്നതാണ് ലോകം നോക്കിക്കാണുന്നത്. അതീവ ഒരു തിരിച്ചടി തന്നെ ഇറാന് നേരിട്ടൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഏറെ അല്ലെങ്കിൽ ട്രംപ് ആഗ്രഹിച്ചതുപോലെ ഇസ്രയേൽ ആഗ്രഹിച്ചതുപോലെ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഖമനിയുടെ ഭരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യം അവർ നേടിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഖമനിയുടെ ഈ ഒരു മരണം അല്ലെങ്കിൽ ഖമനയി കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആ ഒരു നേട്ടം ട്രംപ് സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. കൂടാതെ തന്നെ ഇനി എന്ത് ആക്രമണമാണ് ഈ ഒരു ഇറാന് നേരെ യുഎസ് നടത്തുക അല്ലെങ്കിൽ തിരിച്ചെന്താണ് ഇറാൻ നോക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ആക്രമണമാണ് ഉണ്ടാവുക എന്നത് നമുക്ക് നോക്കി കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കൂടുതൽ മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറയാൻ. കൂടാതെ തന്നെ വടക്കൻ ഇറാഖിലെ ഇർബിൻ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം ഒരു ഡ്രോൺ തകർന്ന് വീണ ഒരു പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഡ്രോൺ പതിച്ച സ്ഥലത്ത് നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു സമയം എന്തായാലും പുറത്തു വരുന്നത്. കൂടാതെ തന്നെ ഇസ്രയേൽ ആംബുലൻസ് സർവീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇറാൻ നടത്തിയ ശക്തമായ ഒരു മിസൈൽ ആക്രമണത്തിൽ ഒരു ഇസ്രയേൽ വനിത കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു വിവരം കൂടി ഈ നിമിഷം നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ 121 പേർക്കധികം
കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തിൽ ഒരു ഇസ്രയേലിയൻ വനിത കൊല്ലപ്പെടുകയും 121 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് ഇസ്രയേലിയൻ വനിത കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടാതെ 121 പേർക്കാണ് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവരിൽ ഭൂരിഭാഗം പേരുടെയും നില ഗുരുതരമല്ല. ഈ ഒരു അടിയന്തരമായ സാഹചര്യമല്ല ഉള്ളത്. എന്നാലും ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രയേൽ നേരെ ഇറാൻ വൻതോതിൽ മിസൈലുകളും ഡ്രോണുകളും കൊണ്ട് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവയിൽ ഭൂരിഭാഗവും ഇസ്രയേൽ സൈന്യം തടഞ്ഞുവെങ്കിലും ചിലത് ടെൽ അവീവിലും ബെയ്റ്റ് ഷെമേഷിലും പതിച്ചിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. കൂടാതെ ഗൾഫ് മേഖലകളിലടക്കം ഇറാൻ തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. ദുബായിലടക്കം സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഖത്തറിലടക്കം ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ആക്രമണം കൂടിയ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഖത്തറിൽ ഇപ്പോൾ 16 പേർക്കാണ് ഈ ഒരു ഇറാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. നാശനഷ്ടങ്ങളടക്കം ഉള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളും ഈ നിമിഷം പുറത്തേക്ക് വരികയാണ്. ഖത്തറിന് പുറമെ ദുബായിലടക്കം സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നൊരു റിപ്പോർട്ടുകളാണ് എന്തായാലും ഉണ്ടാകുന്നത്. ഇറാന്റെ ഭീകരാക്രമണത്തിൽ ഖത്തറിൽ 16 പേർക്ക് പരിക്കേൽക്കുകയും രാജ്യത്ത് ഇന്ന് 444 വിമാന സർവീസുകളാണ് ഇതുവരെ റദ്ദാക്കിയിട്ടുള്ളത്. ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇന്നലെ തന്നെ പല വിമാന സർവീസുകളും റദ്ദാക്കുകയും എയർ ഇന്ത്യ, ഇൻഡിഗോ പോലുള്ള വിമാന കമ്പനികൾ അവരുടെ ഷെഡ്യൂൾ തന്നെ അല്ലെങ്കിൽ അവരുടെ യാത്ര നിർത്തിവെക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടാകുന്നൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. ഗൾഫ് മേഖലയിലടക്കം പല വിമാനങ്ങളും റദ്ദാക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്ന് രാജ്യത്ത് തന്നെ 444 വിമാന സർവീസുകളാണ് ഇതുവരെ റദ്ദാക്കിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ നടക്കം ഗൾഫിൽ രാജ്യങ്ങളിലേക്ക് പുറപ്പെടേണ്ട പല വിമാനങ്ങളും റദ്ദാക്കിയിരുന്നു. അതിനാൽ തന്നെ യാത്രക്കാർക്ക് ഏറെ പ്രശ്നങ്ങൾ നേരിട്ട് അല്ലെങ്കിൽ യാത്രാക്ലേശം അനുഭവിക്കേണ്ട സാഹചര്യം അടക്കം ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് പല ദിവസങ്ങളിലെ നോക്കുകയാണ്, താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ വിമാനത്താവളങ്ങളിലടക്കം തിരക്കുകളില്ല എന്നൊരു റിപ്പോർട്ടുകളും നമുക്ക് നേരത്തെ വന്നിരുന്നു. എന്തായാലും ഇന്ന് രാജ്യത്ത് 444 വിമാന സർവീസുകളാണ് ഇതുവരെ റദ്ദാക്കിയിട്ടുള്ളത്. എയർ ഇന്ത്യയും ഇൻഡിഗോയും ഒക്കെ അവരുടെ സർവീസ് നിർത്തിവെക്കുന്ന സാഹചര്യത്തിലേക്കായിരുന്നു കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഒരു വലിയൊരു യുദ്ധം അല്ലെങ്കിൽ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വിമാന സർവീസുകൾ അടക്കം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എല്ലാ രാജ്യങ്ങളും അവരുടെ വ്യോമ അതിർത്തികൾ അടക്കം അടച്ചൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കനത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട സാഹചര്യം ഉള്ളതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ വിമാന സർവീസുകൾ അടക്കം റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളടക്കം നീങ്ങുന്നത്. ഇനിയിപ്പോൾ ഇറാൻ ഇസ്രയേൽ സംയുക്ത ആക്രമണം അല്ലെങ്കിൽ US ഇസ്രയേൽ സംയുക്ത ആക്രമണവും അതുപോലെ തന്നെ ഇറാന്റെ പ്രത്യാക്രമണവും ഒക്കെ നടക്കുകയാണ് ഒരു വശത്തുകൂടി. അതിനിടയിൽ ഈ ഖമനയുടെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇനി ഒരു പിൻഗാമിയുടെ ഇത് വരുന്ന സാഹചര്യത്തിൽ ഇനി ഇറാന്റെ നിലപാട് എന്തത് നോക്കി കാണുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ ഇന്നലെ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലെ ഒരു സ്കൂളിലേക്കുണ്ടായ ആക്രമണത്തിലടക്കം ഇറാൻ ശക്തമായ ഒരു പ്രതിഷേധം തന്നെ ഇറാൻ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മേൽ കൈവച്ച അല്ലെങ്കിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മേൽ ഇത്തരത്തിലൊരു കാര്യം ചെയ്ത ഇസ്രയേലിനെതിരെ കനത്ത രീതിയിൽ തന്നെയായിരിക്കും തങ്ങൾ തിരിച്ചടിക്കുക എന്നത് ഇറാൻ ഇന്നലെ തന്നെ പ്രതികരിച്ച ഒരു കാര്യമായിരുന്നു. അതിനാൽ തന്നെയാണ് ആക്രമണം കൂടുതൽ കനപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ കടുപ്പിക്കാൻ ഇറാൻ എന്തായാലും തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്നലെ ഈ ഒരു സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മരണസംഖ്യ അതിവേഗമാണ് കുതിച്ചുയർന്നത്. 108ഓളം വിദ്യാർത്ഥികൾ ഈ ഒരു ആക്രമണത്തിൽ, അതും ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ ഒരു ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും മോശമായ അല്ലെങ്കിൽ ഹീനമായ ഒരു പ്രവൃത്തി. ഒന്നും അറിയാത്ത കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിന് മുകളിലേക്ക് ഇത്തരത്തിൽ മിസൈൽ ആക്രമണം നടത്തുന്നു. ആ ഒരു സ്കൂൾ അപ്പാടെ തകർന്നു പോകുന്ന ഒരു സ്ഥിതിഗതി. അതിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റുന്നു. ആ പരിക്കേറ്റവരിൽ പലരുടെയും മരണം സ്ഥിരീകരിക്കുന്നു. അതോടെ 4 എന്നൊരു മരണസംഖ്യയിൽ നിന്ന് അതിവേഗം ഉയർന്ന് അത് 100 കടക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യരാശിയെ തന്നെ ഏറെ ദുഃഖത്തിലാക്കുന്ന അല്ലെങ്കിൽ ഏറെ ചിന്തിപ്പിക്കുന്ന തന്നെ ഒരു കാര്യം തന്നെയായിരുന്നു സംഭവിച്ചിരുന്നത്. എന്തായാലും അത്യധികം പ്രശ്നങ്ങൾ തന്നെ അല്ലെങ്കിൽ അത്യധികം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇറാനിലും നിന്നും ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ നമുക്ക് സൂചനകൾ നൽകുന്നത്. എന്തായാലും കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കുകയാണ് ഇരു രാജ്യങ്ങളും എന്ന് പറയാം. കൂടാതെ തന്നെ ഗൾഫ് മേഖലയിലടക്കം ഗൾഫ് രാജ്യങ്ങളിലടക്കം ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെയോടെ അല്ലെങ്കിൽ അബുദാബിയിലും ദുബായിലെയും വിമാനത്താവളങ്ങളിലടക്കം ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം, നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം. ബഹ്റിലടക്കം കനത്ത ആക്രമണം തന്നെയായിരുന്നു ഇറാനിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്.
കടുത്തൊരു ആക്രമണം തന്നെയായിരുന്നു ഗൾഫ് മേഖലകളിലേക്ക് അടക്കം ഈ ഒരു വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോഴും അത് തുടരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.